മലയാളത്തിൽ എത്ര ദിനപത്രങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ദേശാഭിമാനിയും അടക്കം വളരെ കുറച്ച് പത്രങ്ങളുടെ പേരുകൾ മാത്രമാണ് നമുക്കറിയാവുന്നത്. എന്നാൽ മലയാളത്തിൽ വ്യത്യസ്തമായ 200-ലധികം ദിനപത്രങ്ങളുണ്ട് എന്നാണ് കോട്ടയം മുണ്ടക്കയം സ്വദേശിയും റിട്ടയർഡ് വില്ലേജ് ഓഫീസറുമായ AS മുഹമ്മദ് പറയുന്നത്. അദ്ദേഹം അത് വെറുതെ അങ്ങ് പറയുകയല്ല, 170ഓളം പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അത് കാട്ടിത്തരുകയും ചെയ്യും. വ്യത്യസ്തമായ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള 170ഓളം പത്രങ്ങൾ താങ്കളുടെ കൈവശമുണ്ട്. ഇതേതാണ് പത്രം? ഇത് മലയാള മനോരമയാണ്. ഈ മലയാള മനോരമ ദിനപത്രം ഇറങ്ങിയത് 1890-ലെ ആദ്യത്തെ പത്രമാണ് ഈ കാണുന്നത്. മനോരമയുടെ ആദ്യത്തെ പത്രമാണിത്. ഇത് 1890-ലാണ്. പത്രങ്ങളിൽ ആദ്യം ഇറങ്ങിയത് ദീപികയാണ്, നസ്രാണി ദീപികയാണ്. 1870-അടുത്താണ് ഇറങ്ങിയത്. അതിനുശേഷം മനോരമയാണ് ഇറങ്ങിയത്. മനോരമയുടെ ആദ്യ കോപ്പിയാണ്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചത്? ഇത് നമ്മുടെ ഈ പ്രദർശനം കണ്ട് നാട്ടുകാരായ ആൾക്കാർ കൊണ്ട് തന്നതാണ്. മറ്റ് പത്രങ്ങൾ പല പത്രങ്ങളുടെ പേരുകൾ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത പത്രങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എറണാകുളത്ത് നിന്ന് മെട്രോ വാർത്തയാണ്. മെട്രോ വാർത്ത ദിനപത്രമാണ്. അതുപോലെ തന്നെ ഇത് കോഴിക്കോട് നിന്നിറങ്ങുന്ന ജനറൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രമാണ്. ഇതും അതുപോലെ തലശ്ശേരി ഭാഗത്തു നിന്നിറങ്ങുന്ന ടെലഗ്രാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രം. ഇത് മുഖശ്രീ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടുകൂടി 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിച്ചത്. പിറ്റേ ദിവസം നവംബർ മാസം ഇറങ്ങുന്ന 1 ഇറങ്ങിയ പത്രമാണ് ഇത്. ഇന്ദിരാഗാന്ധിയുടെ ഫുൾ വാർത്ത മാത്രമേ ഉള്ളൂ അതിനകത്ത്. ദീപിക ദിനപത്രമാണ്. ഇത് ന്യൂസ് കേരള. അതിനകത്ത് നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കുറിച്ചുള്ള ആ വാർത്തകളും അന്ന് നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കാം. അതിനുശേഷം 1991 നമ്മുടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ആ പ്രദേശത്തെ ഒരു പത്രമാണ്. ഈ പത്രങ്ങൾ തന്നത് എൻ്റെ എക്സിബിഷനുകൾ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഓരോ വ്യക്തികളും തരുന്ന പത്രമാണ്. മനോരമ തന്നെയാണ് ഇത് മലയാള മനോരമയാണ്. അന്നത്തെ പത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതാണ് മാതൃഭൂമിയാണ്. ഇത് റെയ്ഗൻ വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നു എന്ന് ഉൾക്കൊള്ളുന്ന ഒരു വാർത്തയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഒരു 10 വർഷം പ്രായമുള്ള തേജസ് മലയാള ദിനപത്രം നിന്നുപോയപ്പോൾ അത് അവസാനമായി ഇറക്കി. ഞങ്ങളുടെ വാർത്തകളൊന്നുമില്ല, ഞങ്ങളിൽ മലയാളത്തിൽ നിന്നും പിന്മാറുന്നു എന്നിറക്കിയ ഒരു പത്രമാണ്. അതായത് അത് അവരുടെ അവസാനത്തെ കോപ്പിയാണ്. ഇനി ഒരു കോപ്പി ഇല്ല, ഇനിയില്ല. എല്ലാ വായനക്കാർക്കും നന്ദി. അതായത് വളരെ വേദനാജനകമായ ഒരു പത്രം അല്ലേ, അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനമായി ഇറക്കിയ പത്രം ഇതേതാണ്? ഇത് ലേറ്റസ്റ്റ്. ഇതും കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന ഒരു മലയാള ദിനപത്രമാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഒരു പഴയതെന്ന് പറഞ്ഞാൽ ഇത് കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന തത്സമയം എന്നൊരു മലയാള ദിനപത്രം. പഴയന്നൂർ ടൈംസ്, തലശ്ശേരി. ഇത് തേജസിന്റെ വിളക്കണഞ്ഞു. ശിഹാബ് തങ്ങളുടെ മരണത്തോടുകൂടി അന്നിറങ്ങിയ ഒരു മലയാള ദിനപത്രമാണ്. തേജസ്സാണ്. മക്തബ് ഒരു വാർത്തയുണ്ട്. അതിന് പുറകിൽ വേണാട് പത്രിക എന്നൊരു പത്രവും കൂടെ പ്രവേശത്ത് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദി ഉണ്ട്. പിണറായി മുഖ്യമന്ത്രിയായി ആദ്യം അധികാരം ഏറ്റെടുത്ത ഒരു പത്രമാണ്. ഇത് വാർത്തകളുടെ പ്രാധാന്യം കൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ജയലളിതയുടെ മരണം അടങ്ങിയ ഒരു തമിഴ് പത്രമാണ്. മലയാളമല്ല, തമിഴ് പത്രമാണ്. അത് മാത്രമാണ് തമിഴ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതെല്ലാം മലയാള ദിനപത്രം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. മലയാള മനോരമയാണ് പത്രം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസത്തുള്ള ആ പത്രമാണിത്. അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം. അതായത് 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ഇറങ്ങിയ മലയാള മനോരമ. ഇതൊക്കെ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഇത് ഉത്തരദേശം അല്ലേ? ഉത്തരദേശം കാസർഗോഡ് നിറങ്ങുന്ന പത്രമാണ്. കലാകൗമുദി. ഇത് ബോംബെയിൽ നിന്നും ഇറങ്ങുന്ന കൗമുദി കുടുംബത്തിന്റെ ഒരു പത്രമാണ് കലാകൗമുദി. ദേശാഭിമാനി, റബ്ബർ ടൈംസ്, എക്സ്പ്രസ് വാർത്ത, സുഭാഷിതൻ ന്യൂസ്, മലയാള മഹിമ, മനോരാജ്ഞി ന്യൂസ്. പിന്നെ കേരള പ്രണാമം എന്ന് പറഞ്ഞ പത്രമുണ്ട്. ഇത് എല്ലാവരും ദുഃഖത്തിലൂടെ എന്ന വിമാനം കത്തിയമർന്ന ഒരു കർണാടകയിലെ മുഖ്യമന്ത്രി മരണമടഞ്ഞ ദിവസത്തെ ഒരു പത്രമാണ്. ഇത് സദേൺ സ്റ്റാർ. ഇത് മംഗളം. ഇത് മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക. ഇത് ഗൾഫിൽ നിന്നും ഇറങ്ങുന്ന ചന്ദ്രികയാണ്. ഗൾഫിൽ നിന്നും ഒരു 10ഓളം പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ പല പത്രങ്ങൾ നമ്മുടെ ഉണ്ട്. അതിലൊരു പത്രമാണ് ഇത് ക്രൈം സ്റ്റോറി. നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കുറിച്ചുള്ള പ്രക്ഷോഭങ്ങളെക്കുറിച്ച് അറിയാം. അന്നത്തെ ക്രൈം സ്റ്റോറി പത്രമാണ്. 136.4 അടി വെള്ളം ഉയർന്നു എന്നുള്ള ആ വാർത്ത ഉൾക്കൊള്ളുന്നതിനകത്ത്. ഇത് സായാഹ്ന ശബ്ദം, വൈകുന്നേരം ഇറങ്ങുന്ന പത്രങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പത്രമാണ്. ഇത് രാഷ്ട്രമാലിക. ഇതെല്ലാം
നമുക്ക് കേരളത്തിൽ നിന്നും 212ഓളം മലയാള ദിനപത്രങ്ങളുണ്ടെന്നാണ് നമ്മൾ ഇയർ ബുക്കുകളിലെ കണക്ക് പ്രകാരം കാണുന്നത്. പക്ഷേ നമ്മളെ അറിയപ്പെടുന്നത് 5-6 പത്രങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയുകയുള്ളൂ. ഒന്നാമതേ ഈ കാലഘട്ടത്തിൽ പത്രത്തിൻ്റെ വായനകളൊക്കെ നിന്നുകൊണ്ടിരിക്കും. പത്രങ്ങൾ മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മരിക്കുന്നു. നമ്മളെപ്പോലുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം പത്രം നിലനിൽക്കും. പക്ഷേ പത്രത്തിന് വായനക്കാരില്ല, വായിക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ പൗരൻ, ഇത് ഇന്ത്യൻ പൗരൻ. ഇത് പല പത്രങ്ങളും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ തരുന്ന പത്രമുണ്ട്. വേറൊരു പത്രം കൊടുത്ത് വേറൊരു പത്രം മേടിക്കുന്ന സ്കീമുണ്ട്. പിന്നെ ഞാൻ കേരളത്തിൽ തിരുവനന്തപുരം മുഴുവൻ കാസർഗോഡ് വരെ സഞ്ചരിച്ച് ബുക്ക് സ്റ്റാളുകളൊക്കെ അന്വേഷിച്ച് നടന്ന് കിട്ടിയ പത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് ബിസിനസ് ഭൂമിയാണ്. ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ പ്രധാന വാർത്ത എന്നൊരു വാർത്തയും കൂടെ ഉള്ള ഒരു പത്രത്തിൻ്റെ ഫീസ് കാണാം. അങ്ങനെ ഉള്ളതിനകത്തല്ല കാരവൻ ഒരു പത്രം, ഇത് കാസർഗോഡിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഈ കാരവൽ ഈ പത്രങ്ങളൊക്കെ ഇപ്പോഴും കാരവനൊക്കെ ഉണ്ട്. ഒക്കെ ചില പത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 10-20 പത്രത്തിൽ താഴെയേ ഉള്ളൂ. പിന്നെ പൗരനുണ്ട്, ന്യൂ ഏജ് ഉണ്ട്, ഉത്തരദേശം നമ്മൾ ഉടനെ കാണിച്ചായിരുന്നു അവിടെ. പടയണി അല്ലേ? പടയണിയൊക്കെ കാസർഗോഡ് പത്രമാണ്. ഇത് RC റോമൻ കത്തോലിക്കരുടെ ഒരു മലയാള ദിനപത്രമാണ് വിശ്വാസ സംരക്ഷകൻ എന്നുള്ളത്. പൗരൻ, ന്യൂ ഏജ്, പീപ്പിൾസ് റിവ്യൂ, കേരള ജേത്, പിന്നെ സദ്ഭാവന, കേരള സഞ്ചാരി. തലസ്ഥാന വാർത്ത അല്ലേ? തിരുവനന്തപുരത്ത് നടക്കുന്ന പത്രമാണ് തലസ്ഥാന വാർത്ത. പിന്നെ അതുപോലെ മാതൃ മലയാളം. പിന്നെ അതിന് പുറകിൽ തന്നെ മംഗളത്തിൻ്റെ സായാഹ്ന പത്രമായ മംഗളം പ്ലസ്. ഇതൊക്കെ സായാഹ്ന പത്രങ്ങളാണ്. ഇത് സായാഹ്ന പത്രങ്ങളാണ് ഇറങ്ങുന്ന. ഓക്കെ. സായാഹ്ന പത്രങ്ങൾ. പിന്നെ നാട്ടുപത്രം, അതിനകത്തുള്ള ഒരു എല്ലാ ദിവസവും ഉണ്ട് ഇത്. പിന്നെ ജയ് ഹിന്ദ് തിരുവനന്തപുരത്ത് നടക്കുന്ന സായാഹ്ന പത്രങ്ങളാണ്. പത്രം എന്ന പേരിൽ തന്നെ പത്രം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നത് സിറ്റി പത്രം. ദർശനവാണി. ഇത് വിതിര എന്നുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്തമായൊരു വാർത്തയുള്ള ഒരു പത്രങ്ങളുടെയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങുന്ന കൊണ്ടോട്ടിയിൽ നിന്നും ഇറങ്ങുന്ന ഒരു മലയാള പത്രങ്ങളാണ്. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു പത്രം. എക്സ്ക്ലൂസീവ്, അതെ. പിന്നെയുണ്ട് കോട്ടയം ന്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിപ്പത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. അതൊക്കെ ഇപ്പോൾ കാണാനില്ല. ഇത് ഫ്ലാഷാണ്. ഇത് 2010 കാലഘട്ടത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഭാഗമായിട്ടുണ്ടായ ഒരു ദുരന്തമാണ്. മലയ്ക്ക് പോയ ആൾക്കാർ 100ഓളം ആൾക്കാർ മരണപ്പെട്ട ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട പത്രമാണ്. നമ്മുടെ കേരള കൗമുദിയുടെ കേരള കൗമുദിയുടെ സായാഹ്ന പത്രം. ഇപ്പം നിന്നുപോയി, ഇപ്പം കാണുന്നില്ല. ഇല്ല. പിന്നെ പൗരപ്രഭയുണ്ട്. പിന്നെ കൊച്ചിൻ പത്രികയുണ്ട്. പിന്നെ രാഷ്ട്രദീപിക. പിന്നെ കൊല്ലം മെയിൽ എന്ന് പറഞ്ഞ ഒരു പത്രമുണ്ട്. പിന്നെ തനിമ എന്ന പേരിലും മലയാളം പത്രം അറിയാൻ കാണാം. പിന്നെ തനിനിറം, ക്രൈം തനിനിറം മാത്രമാണ്. അവിടെ 3-4 പത്രങ്ങളുണ്ട്. ഇതൊരു വീക്ഷണം ദിനപത്രമാണ്. കലാം ഇല്ലാത്ത കാലം, ആ പത്രത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരിതാണ്. അതിന് പുറകിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട പത്രത്തിൻ്റെ കലാകൗമുദിയുടെ ഒരു കോപ്പിയും അതിൻ്റെ നേർബാക്കിലായിട്ട് നമ്മൾ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സമദർശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പത്രമാണ്. അത് ഏത് വർഷത്തെയാണ് സാർ? ഇത് 1939 കാലഘട്ടത്തിലാണ്. 1939. ഇത് ചന്ദ്രിക ദിനപത്രമാണ്. ഇത് 2 രാഷ്ട്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബഹ്റൈനും സൗദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന് 1974 ഇറങ്ങിയ ഒരു പത്രമാണിത്. പിന്നെ മലയാള മഹിമയുണ്ട്. അതിൻ്റെ നേരെ പുറകിൽ നോക്കുകയാണെങ്കിൽ ജന്മഭൂമി ദിനപത്രം ഇതിനകത്ത് വെച്ച് കണ്ടിട്ടില്ല. ജന്മഭൂമിയുടെ സായിബാബയുടെ മരണം ഉള്ള ഒരു പത്രമാണ്. പിന്നെ മാനസി, പിന്നെ ന്യൂസ് കേരള, ഭാരത പത്രിക. നമുക്ക് ശബ്ദഭൂമി എന്ന പത്രം ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അത് തൃപ്തി ദേശായി ശബരിമലയിൽ പോയി കയറാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ആ ദിവസത്തെ പത്രം. കേരള ഭൂഷണം, സാദിഖ് അലി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്നതിൽ. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണമടങ്ങിയ കേരള കൗമുദി ദിനപത്രമാണ്. അതിൻ്റെ പേജുകളെല്ലാം ചെതലെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 1964 മെയ് 29 പത്രമാണ്. മെയ് 29 പത്രമാണ്. ഇങ്ങനെ മറ്റൊരു പത്രം കൂടി ഉണ്ടല്ലോ, സ്വതന്ത്ര മണ്ഡപം. ഇനി വീണ്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ കയ്യൊപ്പല്ലേ? അതെ, കയ്യൊപ്പ്, മനോരാജ്ഞി. ഇത് ട്രൈബ് വോയ്സ് എന്ന പത്രം മലേറിയ മഹാസമുദായത്തിൻ്റെ ഒരു ദിനപത്രമാണ്. മലേറിയ മഹാസമുദായത്തിൻ്റെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഏരിയയൊക്കെ, അവരുടെ പത്രമാണ്. ജനശബ്ദം, ധാർമ്മികത, മലയാളം ന്യൂസ്. ഇത് ഗൾഫിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രമാണ് മലയാളം ന്യൂസ്. ഇത് സൺഡേ ശലവും ക്രിസ്ത്യൻസിൻ്റെ സമുദായത്തിൽപ്പെട്ടവരുടെ പത്രമാണ്. സുദിനം, പിന്നെ ടെലഗ്രാഫ്,
ഈ പ്രഹേളിക അല്ലേ? അത് പ്രഹേളിയ. ഗോവിന്ദചാമിക്ക് വധശിക്ഷ എന്നുള്ള ദേശീയ വാർത്ത. സുപ്രഭാതം, ന്യൂസ് ഇന്ത്യ, പിന്നെ പ്രഭാത വാർത്ത, ടൈംലി ന്യൂസ് അല്ലേ? ടൈംലി ന്യൂസ്, ധാർമ്മികത, ദേശീയ വാർത്ത. ഇത് വർത്തമാനം എന്ന് പറഞ്ഞ ദിനപത്രമാണ്. ആ പത്രമൊക്കെ നിന്നുപോയി. കത്തോലിക്ക സഭ ഉണ്ട്, സഭയുടെ പത്രം തന്നെയാണല്ലേ? ഇത് ഫ്യൂച്ചർ കേരള, കൈരളി, കൈരളി, മലയാള രശ്മി, മാനസി, സദ്ഭാവന, മലബാർ വാർത്ത, കേരള വാർത്ത, തെക്കൻ വാർത്ത, ജന്മദേശം, സപ്ലിമെൻ്റ് എന്ന് പറയുന്നൊരു പത്രമാണിത്. മലയാളദേശം, രാഷ്ട്രദീപം, ഓക്കെ, സൺഡേ വിഷൻ, ജനകീയ പത്രം, എക്സ്പ്രസ്, അവിടെ 2 പത്രമാണ്. പ്രദീപം, പീപ്പിൾസ് സൗണ്ട് അല്ലേ? പീപ്പിൾസ് സൗണ്ട് ഉണ്ട്. പിന്നെ വേണാട് കൗമുദി. ഓക്കെ, ഇത് വേണാട് കൗമുദി. ഇതൊക്കെ കൗമുദിയുടെ തന്നെയാണോ? അല്ലല്ല, വേറെ ഓരോ കുടുംബക്കാരിറങ്ങുന്നത്, വേറെ ആൾക്കാരിറങ്ങുന്ന പബ്ലിഷ് ചെയ്യുന്ന പത്രങ്ങളാണ്. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ 200-ലധികം മലയാളം പത്രങ്ങളുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. ഏതാണ്ട് 170ഓളം പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം, അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിലുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ പത്രങ്ങൾ ശേഖരിച്ചു തുടങ്ങിയത്? 2010 മുണ്ടക്കയം സെൻറ് ആൻഡ്രീസ് ഹൈസ്കൂളിൽ ഒരു ISROയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ ഒരു എക്സിബിഷൻ കണ്ടു. ഏകദേശം 10ഓളം മലയാള ദിനപത്രങ്ങളുടെ ഒരു കളക്ഷനാണ് കണ്ടത്. അത് ഞാൻ സത്യം പറഞ്ഞാൽ പത്രം മേടിച്ച് കഴിഞ്ഞാൽ തൂക്കി വിൽക്കാറില്ല. ഈ പത്രങ്ങൾ മുഴുവൻ സൂക്ഷിച്ച് വെക്കുന്ന രീതിയിലുണ്ട്. ഈ എക്സിബിഷൻ കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിനകത്ത് എന്തോ ഒരു തോന്നിയത്, എൻ്റെ വീട്ടിൽ ഇതിലും കൂടുതലുണ്ട്. അന്ന് വന്ന് നോക്കിയപ്പോൾ തന്നെ 50 പത്രമുണ്ട്. എപ്പോഴും നമുക്കിത് പിള്ളേർക്ക് കാണുന്നത് എപ്പോഴും ഒരു കൗതുകമാണ്. അതുപോലെ തന്നെ 2000-ൽ പരം മലയാള ആനുകാലികങ്ങൾ എൻ്റെ കൈവശമുണ്ട്. 1908 ഇറങ്ങിയ ലക്ഷ്മിബായി മുതൽ 2023 ഇറങ്ങിയ നവർനീർ മഴി എന്നൊരു പ്രസിദ്ധീകരണം വരെ നമ്മുടെ ഇതിലുണ്ട്. ഈ താങ്കൾ സംസാരിക്കുന്നതിൻ്റെ പിൻഭാഗത്ത് തന്നെ ഒരുപാട് പത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ? ഇതെല്ലാം ഞാൻ വരുത്തിയ പത്രങ്ങളാണ്. ഈ പത്രങ്ങൾ തൂക്കി വെച്ചാൽ നിസ്സാരമായ പൈസയെ കിട്ടുള്ളൂ. നോർമലി വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്ന ഇത് 2005 തൊട്ടുള്ള മലയാള പത്രങ്ങൾ, ഞാൻ വരുത്തുന്ന പത്രങ്ങളും ബാക്കിയുള്ളത് ഇഷ്ടമുള്ള ഞാൻ തൂക്കി മേടിക്കും. ആ പത്രങ്ങളും എല്ലാം കൂടിയാണ് ഈ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ശേഖരണം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. എന്താണെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ചു പത്രങ്ങളുടെ പേരുകൾ മാത്രമേ പൊതുതലമുറയ്ക്ക് പരിചയമുള്ളൂ. ഇതിൽ പല പേരുകളും ഞാൻ അടക്കം കേട്ടിട്ടില്ലാത്ത പേരുകൾ തന്നെയാണ്. അപ്പോൾ 200-ലധികം പത്രങ്ങൾ മലയാളത്തിൽ പല കാലഘട്ടങ്ങളിലായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് വില്ലേജ് ഓഫീസർ കൂടിയാണ്. 200-ലധികം പത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വെറുതെ പറയുകയല്ല. 170-ലധികം പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം അദ്ദേഹം ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. എന്താണെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ലഭിച്ചത്. കോട്ടയം മുണ്ടക്കയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.